എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ സ്മൈലിംഗ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല മടക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇത് മടക്കെന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇത് നല്ല എളുപ്പത്തിലും നല്ല രുചിയോടു കൂടി ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെന്ന് ഇത് പരിചയപ്പെടാം. 1/2 കിലോ മൈദാമാവ്, ഒരു 2 തേങ്ങ ചിരുകിയത്, നമ്മുടെ പയർ ഒരു 1/4 കിലോ, ഒരു 1/4 കിലോ പഞ്ചസാര, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി അടുപ്പ് കത്തിക്കാം. ഒരു നല്ലൊരു പാത്രവും വയ്ക്കാം, അടി പിടിക്കാത്ത പാത്രം. നമുക്ക് പയർ ഇതിലേക്ക് തട്ടാം. ഒരുപാട് അങ്ങ് പയർ മൂത്ത് പോകണ്ട, ചെറിയ രീതിയിൽ. എങ്കിൽ അത് കഴിക്കാനുള്ളൊരു അതിൽ കറുമുറ ഒന്ന് കടിക്കണം. എങ്കിൽ നമുക്കത് കഴിച്ചതിലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് ഓഫ് ചെയ്യാം, മതി. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ആദ്യം നമുക്ക് മൈദാമാവ് കുഴയ്ക്കാം. ആവശ്യത്തിന് വെള്ളം നോക്കി വേണം. ഒരുപാട് ലൂസായി പോകരുത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ലേശം കളറിന് വേണ്ടി മാത്രം. ആവശ്യത്തിന് ഉപ്പ്. വെള്ളം നമുക്ക് ആവശ്യത്തിന് നോക്കി ഒഴിക്കാം. നല്ലപോലെ ഒരു 5 മിനിറ്റ്. ആദ്യം നമുക്ക് തേങ്ങ എടുത്ത് ഒരു പാത്രത്തിലേക്ക്, വലിയൊരു പാത്രത്തിലേക്ക് തട്ടാം. നമ്മൾ പൊടിച്ചു വെച്ചേക്കണം പയർ, ആവശ്യത്തിന് പഞ്ചസാര മധുരം ആവശ്യമുള്ളവർക്ക് മധുരം ഇടാം, അല്ലെങ്കിൽ ഇനി നല്ല മണത്തിന് ഏലക്ക ഞാൻ പൊടിച്ചതാണ്. ഇനി നമുക്കിത് നല്ലത് മിക്സ് ചെയ്യാം. ഇത് ഒരുപാട് പണ്ട് അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ തേങ്ങയും ഇതുകൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു മണമുണ്ട്, നല്ല. ഇതല്ലാതെ തന്നെ തിന്നാനും ഭയങ്കര രുചിയാണ്. ഉപ്പ നമുക്കിനി ഓരോ ചെറിയ ബോളാക്കി, ഓരോ നമ്മളെ ചപ്പാത്തി മാവ് എടുക്കും പോലെ ഓരോ ബോള്. അത് ചെറുതാവാം വലുതാവാം, ഒരുപാട് വലുതാവരുത്. ഇങ്ങനെ ബോളായിട്ട് നമുക്ക് പിടിച്ചു വയ്ക്കാം. ഓരോ ബോളായിട്ട് പരത്തിയെടുക്കാം. അതിന് ഇച്ചിരി മാവ്, ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. നമുക്കിങ്ങനെ മടക്കാം. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ച് ഇതിനെ ഇങ്ങനെ
നമുക്കിനി എണ്ണ ചൂടാക്കാൻ ഒരു പാന് വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഏത് വേണം എടുക്കാം. വെളിച്ചെണ്ണ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ. എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഓരോന്നായിട്ട് പറക്കിയിടാം. ചൂടാണ്. ആദ്യം നമുക്ക് 3 ഇടാം. ഇട്ടാൽ നമ്മൾ ഉടനെ ഇതിൽ ഇളക്കരുത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കാവും, അല്ലെങ്കിൽ തമ്മിലൊട്ടി പിടിക്കും. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് പാകമായി എന്നാണ്. നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണ തോരായി എടുക്കാം. വേറൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്ത് നമുക്കിരിക്കുന്ന അതും കൂടെ ഇടാം. വളരെ എളുപ്പമാണ്. എണ്ണ തെറിക്കാതെ നോക്കിക്കൊള്ളണം. ഇതാണ് മടക്ക്. ഇത് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. ഒന്ന് കഴിച്ചു നോക്കാം. നല്ല രുചിയുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, നല്ല രുചി. ഇന്ന് മക്കളില്ല, എല്ലാവരും സ്കൂളിൽ പോയി.